കഴിക്കാൻ വേണ്ടി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുമാ, വാപ്പയും സ്വഹാബിയാണല്ലോ. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. നായില ബീവി പറഞ്ഞ വാക്ക് ഭയങ്കര അത്ഭുതമാണ്. മഹദി പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പൊ ചോദിച്ചു, ഖലീഫയായ വലിയൊരു മഹാനായൊരു മനുഷ്യനുണ്ടായിട്ട് മൂപ്പര വേണ്ട നിങ്ങൾ പറയേ, നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത്? ഇന്നി റഅയ്തുൽ ഹുസ്ന യബ്ലാ കമാ യബ്ലാ തൗബ്, വസ്ത്രങ്ങൾ നുരുമ്പിപ്പോകുന്ന പോലെ സങ്കടവും ഇല്ലാതെയാകുമെന്ന് എനിക്കറിയാം. എത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ ആ സങ്കടം മാസങ്ങളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം കൊണ്ടു നടന്നാലും ആ സങ്കടം ഇങ്ങനെ മാഞ്ഞു പോകും. സങ്കടം മാഞ്ഞു പോകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് എന്റെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോവരുത്. ഉസ്മാൻ എന്നവരുടെ വഫാത്തിലുള്ള എന്റെ സങ്കടം മാഞ്ഞു പോവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫയത്വലിഅ മിന്നി റജുലുൻ അലാ മത്വല ഉസ്മാൻ വദാലിക മാ ലാ യകൂനു അബദാ. അതുമാത്രമല്ല, എന്നെ മറ്റൊരാളെ വിവാഹം ചെയ്താൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന എന്റെ ഭർത്താവ് എന്താണോ എന്റെ ശരീരത്തിൽ നിന്ന് കണ്ടത് അത് മറ്റൊരാൾ കാണാൻ ഇടവരുമല്ലോ. എന്റെ ഉസ്മാൻ എന്ന ഭർത്താവ് കണ്ടത് മറ്റൊരാളും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെച്ച മഹദിയാണ് നായില ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയും മഹദിമാർ ഒരുപാടുണ്ട്. അങ്ങനെ വിവാഹം ചെയ്യലാണ് സുന്നത്ത്, പക്ഷേ വിവാഹം വേണ്ട എന്ന് ഓപ്റ്റ് ചെയ്ത മഹദിമാർ, അങ്ങനെ മക്കൾക്ക് തർബിയത്ത് ചെയ്ത് കൊടുത്ത മഹദിമാർ ഒരുപാടുണ്ട്. മൗസൂഅത്തുൽ മർഅത്തുൽ മുസ്ലിമ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഒരുപാട് അത്തരം മഹദിമാരുടെ ചരിത്രം അതിൽ വിവരിക്കുന്നുണ്ട്. വിവാഹം പിന്നെ വേണ്ടെന്ന് വെച്ച് മക്കൾക്ക് തർബിയത്ത് ചെയ്ത ഉമ്മമാർ. നായില ബീവി പറഞ്ഞതാണ്, എനിക്ക് ഉസ്മാൻ എന്നവരോടുള്ള എന്റെ സ്നേഹം, ആ ദുഃഖം ഇനി ഒരിക്കലും മറഞ്ഞു പോവരുത്. അല്ലാഹുവേ, ഇങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയും ഭർത്താവും, ആ ഒരു ത്യാഗസമർപ്പണം കാണിച്ച മഹദി സ്വന്തം ഭർത്താവിന്റെ ജീവൻ പോകുമ്പോ കൈവിരൽ കൊടുത്തുകൊണ്ട് 4 വിരലുകൾ അറ്റുപോയി. ചോരയിലാണ് മഹദി റളിയല്ലാഹു അൻഹു. പറയാ, അതഖ്തുലൂന റജുലൻ യഖറഉൽ ഖുർആന വയഖൂമു ബിഹി, വിശുദ്ധ ഖുർആൻ ഓതുകയും ഖുർആൻ കൊണ്ട് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മഹാനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ശത്രുക്കളോട് ആർത്തട്ടഹസിച്ചുകൊണ്ട് നായില ബീവി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇത് കേൾക്കാൻ തയ്യാറായില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദാരുണമായി അവർ കൊല ചെയ്തു മഹാനവറുകൾ. അങ്ങനെയാണ് വഫാത്താവുക എന്ന് നബി ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തതാ. വബശ്ശിറുഹു ബിൽ ജന്ന ഫീ ബൽവൻ തുസീബുഹു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ സ്വഹീഹ് മുസ്ലിമിൽ കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ തോട്ടത്തിലെ ഗേറ്റ് കീപ്പറായി ഞാൻ കുറച്ച് സമയം ചെലവഴിച്ച സമയമെന്ന് മഹാൻ പറയുന്ന ഒരു ഹദീസുണ്ട്. ആ റിവായത്തിൽ ഉസ്മാൻ എന്നവർ വരുമ്പോൾ നബി തങ്ങൾ പറയാ, തുറന്നെടുത്തോളൂ അബൂ മൂസ, വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് ഉസ്മാനെ, ഫീ ബൽവൻ തുസീബുഹു, പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണം അനുഭവിക്കാൻ പോകുന്നുണ്ട്, അതിന്റെ പിറകെ സ്വർഗ്ഗമാണെന്ന് പറയണേ എന്ന് മഹാനവറുകളെ സംബന്ധിച്ച്. ആശാ അല്ലാഹുവേ, നിന്നിലേക്ക് സ്വായിമായി ഖായിമായി വതാലിൽ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിലേക്ക് യാത്രയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ. നായില ബീവിയോട്, നീ മുടി അഴിച്ചിടല്ല മോളെ, നിന്റെ മുടിയേക്കാളും വലുതൊന്നുമല്ല ഈ കാബാലികർ. അവർ എനിക്ക് വരുത്തി വെക്കാൻ പോകുന്ന ഈ മരണം, അതിനേക്കാളൊക്കെ ഗൗരവം നിന്റെ മുടിയാണ്. നീ മുടി അഴിച്ചിട്ട് നടക്കരുത് മോളെ, നീ ഉള്ളിലേക്ക് പോ, നീ മുടി അഴിച്ചിട്ട് അവിടെ നിൽക്കണ്ട, അവർ വന്നെന്നെ കൊന്നുകളഞ്ഞോട്ടെ, എന്നാലും നിന്റെ ഔറത്ത് നീ കാണിക്കരുത് എന്ന് സ്വന്തം ഭാര്യയോട്, അതും നിർണായകമായൊരു സമയത്ത് ജീവരക്ഷ കൊടുക്കുന്നൊരു നേരത്ത് പറഞ്ഞ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായില ബിൻതു ഫറാഫിസ. ഒരുപാട് മാതൃകകളാണ് ജീവിതത്തിലേക്ക് മഹാന്മാരുടെ അസ്ഹാബിന്റെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 വയസ്സ് പ്രായമുള്ള ദീനിലേക്ക് കടന്നു വന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇൽമിന്റെ മഹാഗോപുരമായിരുന്ന മഹാനോട് ചോദിച്ചു,
അലി റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, ജസാഉൽ മഅസിയ, തെറ്റുകൾ ചെയ്ത് നടക്കുമ്പോൾ അതിനൊന്നും കാര്യമായ ശിക്ഷയൊന്നും കാണുന്നില്ലല്ലോ, കുറെ ആൾക്കാർ കള്ളുടിയന്മാരായി ജീവിക്കുന്നില്ലേ, തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്നില്ലേ, പലിശയിടപാടുകളിൽ മുഴുകി ജീവിക്കുന്നില്ലേ, അവർക്കെന്താ ഒന്നും സംഭവിക്കാത്തത്, എന്താണ് തിന്മയുടെ പ്രതിഫലം, അതിന്റെ ശിക്ഷ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ കൊടുത്ത മറുപടി, അൽ വഹ്നു ഫിൽ ഇബാദ, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, വദ്ദീഖു ഫിൽ മഈഷ, അവരുടെ ജീവിതം സങ്കുചിതമാണ്, വന്നഖ്സു ഫിൽ ലദ്ദ, അവർക്ക് ആസ്വാദനം സാധ്യമല്ല. അപ്പൊ പറഞ്ഞപ്പോ ആസ്വാദനം സാധ്യമല്ലെന്നോ, അവരല്ലേ ഹറാമും ചെയ്ത് നടക്കുന്നത്. മഹാൻ പറഞ്ഞു, ലാ യനാലു ശഹ്വതൻ ഹലാലൻ ഇല്ലാ ജാഅഹാ മാ യുനഗിസുഹു അലൈഹാ, ഹലാലായ ഒരു ആസ്വാദനം അല്ലാഹു നൽകുമ്പോൾ ആ ആസ്വാദനം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഹറാമിനായിരിക്കും ഉണ്ടാവുക, ഹറാമിലെ അവർക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഹലാൽ ആസ്വദിക്കാൻ കഴിയാതിരിക്കുന്നത് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. തെറ്റുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു ശിക്ഷ വഹ്നു ഫിൽ ഇബാദ, ഇബാദത്തിന് സാധിക്കാതിരിക്കലാണ്. ക്ഷീണം വരെ, ഇബാദത്ത് ചെയ്യാൻ മടി വരെ, പ്രയാസം വരെ, അതിന്റെ സൗകര്യം, അതിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്നത്. പിന്നെ പറഞ്ഞു വദ്ദീഖു ഫിൽ മഈഷ, എങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ വമൻ അഅറദ അൻ ദിക്രി ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിതം സങ്കുചിതമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. പിന്നെ ഹലാല് കൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. യാ അല്ലാഹ്, അള്ളാഹുവെ നീ കാവൽ നൽകണമേ തമ്പുരാനെ. ഇതൊക്കെയാണ് നമ്മുടെ ഇബാദത്തിന്റെ ആകത്തുകയായി നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട നന്മകളുടെ ശകലങ്ങൾ. അള്ളാഹുവെ നീ ഞങ്ങൾ സ്വീകരിക്കണമേ തമ്പുരാനെ. നമ്മുടെ ആസാം ക്യാമ്പസിന്റെ 80 വിദ്യാർത്ഥികളുടെ സ്പോൺസർഷിപ്പ് 12 വർഷത്തെ കോഴ്സാണല്ലോ. അതുകൊണ്ട് 6 ലക്ഷം രൂപയാണ് 12 വർഷത്തേക്ക് ഒരു കുട്ടിക്ക് ചെലവ് വരുന്നത്. 12 ലക്ഷം രൂപ, 6 ലക്ഷം രൂപയാണ് 12 കൊല്ലത്തേക്ക്. ഒരു വർഷത്തേക്ക് 50,000, ഓരോ വർഷവും 50,000 വെച്ച് കൊടുത്താൽ ഒരു കുട്ടിയെ ഒന്നിച്ച് 12 വർഷത്തേക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയും. 6 ലക്ഷം രൂപയാണ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന ആളുകൾ അതിലേക്ക് മുന്നോട്ട് വരണം. ഓരോ വർഷവും നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചു കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാൻ. ഒരു വിദ്യാർത്ഥി ആലോചിച്ച് നോക്കണത് എത്ര വലിയ പ്രതിഫലമാണ്. ആ കുട്ടി പഠിക്കണത്, ചൊല്ലുന്നത്, ചെയ്യുന്ന ഇബാദത്ത്, ആ കുട്ടി ആർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർ ചെയ്യുന്ന ഇബാദത്ത്, ആ കുട്ടിയുടെ ഇൽമ്, അവരുടെ ഇബാദത്തിന്റെ കൂലി, ഇതൊക്കെ ഈ സ്പോൺസർ ചെയ്യുന്ന ആൾ അവരുടെ സംഭാവനയാണ്. ആ കുട്ടി പഠിക്കുന്നതും അവരുടെ ചെലവൊക്കെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വലിയൊരു സൗഭാഗ്യത്തിന് അവസരമൊരുങ്ങുകയാണ്. നമ്മുടെ ഈ സദസ്സിൽ നിന്ന് കഴിയുന്ന ആളുകൾ അതിലേക്ക് ഏറ്റെടുക്കണം. ഒരു വിദ്യാർത്ഥിയുടെ 12 വർഷത്തേക്കുള്ള ചെലവിലേക്ക് പേര് പറയാത്ത ഒരു സഹോദരൻ ഇതാ കെയർ ഓഫ് കബീർ ഹാജി ഓമച്ചപ്പുഴയുടെ കെയർ ഓഫിൽ 6 ലക്ഷം രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. യാ അല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ. അവരുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ മക്കളിലും കുടുംബത്തിലും ബിസിനസ്സിലും കൺകുളിർമയെ നൽകണമേ തമ്പുരാനെ. നിന്റെ ദീൻ പഠിക്കാൻ അല്ലാഹുവേ 12 വർഷത്തേക്ക് ഒരു കുട്ടിയെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവേ നമ്മുടെ സുഹൃത്തെ പേര് പോലും പറയരുതെന്ന് പറഞ്ഞ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അർഹമുർ റഹീമേ, അവരുടെ ഖബറിലേക്ക് ഉപകാരപ്പെടുന്ന ജാരിയായ സ്വതക്കയാക്കണേ റബ്ബേ. നാളെ ഹിസാബിലേക്ക് ഉപകാരപ്പെടുന്ന മീസാനിൽ കലം തൂങ്ങുന്ന വലിയൊരു അമലായി നീ സ്വീകരിക്കണേ റബ്ബേ. ഖബർ